ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഇതാണ് നോക്കുന്നത്. സോ ഏതൊക്കെയാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്? സ്പെഷ്യലിസ്റ്റ് കെയർ ഓഫീസറിലേക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഫസ്റ്റ് വന്നിരിക്കുന്ന പോസ്റ്റ് നോക്കാം, അസിസ്റ്റന്റ് മാനേജർ ലോയിലേക്കാണ്. സോ ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറയുന്നത് 25 വയസ്സ് മുതൽ 32 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. സോ ഇതിന് ക്വാളിഫിക്കേഷൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഇൻ ലോ ഉണ്ടായിരിക്കും. സോ ബിരുദം നിങ്ങൾക്ക് ലോയിൽ ഒരു ബിരുദം ഉള്ളവർക്കിലേക്ക് അപ്ലൈ ചെയ്യാം. 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ലോ കോഴ്സ് എടുത്തവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. ഇനി എക്സ്പീരിയൻസ് ആവശ്യമാണ്. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ലോ ഗ്രാജുവേറ്റ് ആയിരിക്കണം. അത് എൻറോൾ ചെയ്തിരിക്കുന്നത് ബാർ കൗൺസിലായിരിക്കണം, അഡ്വക്കേറ്റ്. സോ അതുപോലെ 2 വർഷത്തെ പ്രാക്ടീസിങ് അഡ്വക്കേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. സോ മറ്റൊരു എക്സ്പീരിയൻസ് പറയുന്നത് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ ലോ ഓഫീസർ ഇൻ ലീഗൽ ഡിപ്പാർട്ട്മെന്റ് ഇൻ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു ക്വാളിഫിക്കേഷൻ പറയുന്നത് 2 years of combined experience in പ്രാക്ടീസിങ് അഡ്വക്കേറ്റ് ആൻഡ് ലോ ഓഫീസർ ഇൻ ലീഗൽ ഡിപ്പാർട്ട്മെന്റ് കൊമേഴ്ഷ്യൽ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്. ഇപ്പോൾ ഈ 3 എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. സോ ഇതിനകത്ത് ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് മീറ്റ് ചെയ്തവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. രണ്ടാം പ്രൊസീജിയറിൻ്റെ ഡെപ്യൂട്ടി മാനേജർ ലോയിലേക്കാണ്. ഇതിന് ക്വാളിഫിക്കേഷൻ പറയുന്നത് ഏജ് ലിമിറ്റ് നോക്കാം 25 വയസ്സ് മുതൽ 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. സോ മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾക്ക് ഡിഗ്രി ലോയിൽ ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. സോ ഇതിൻ്റെ എക്സ്പീരിയൻസ് നോക്കാം, ലോ ഗ്രാജുവേറ്റ് ആയിരിക്കണം, അഡ്വക്കേറ്റ് ബാർ കൗൺസിൽ 4 വർഷത്തെ എക്സ്പീരിയൻസ് പ്രാക്ടീസിങ് അഡ്വക്കേറ്റ് ആയിട്ട് വേണം. അതേപോലെ ഇത് മറ്റു ക്വാളിഫിക്കേഷൻ പറയുന്നത് 4 വർഷത്തെ ലോ ഓഫീസർ ഇൻ ലീഗൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്, അല്ലെങ്കിൽ മറ്റൊരു ക്വാളിഫിക്കേഷൻ പറയുന്നത് 4 വർഷത്തെ കമ്പനി എക്സ്പീരിയൻസ് പ്രാക്ടീസിങ് അഡ്വക്കേറ്റ് ലോ ഓഫീസർ ഇൻ ലീഗൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. സോ ഇതാണ് മെയിൻലി ഇതിനകത്ത് പറയുന്ന എക്സ്പീരിയൻസ്. സോ എക്സ്പീരിയൻസ് ഷുഡ് ബി ആഫ്റ്റർ ദ എൻറോൾമെന്റ് ആസ് അഡ്വക്കേറ്റ് വിത്ത് ബാർ കൗൺസിൽ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഓർത്തിരിക്കും, ഇതാണ് ഇത് മെയിനായിട്ട് പറയുന്നത്. അതുപോലെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മോർ ദാൻ 1 ആപ്ലിക്കേഷൻ ആണ് ഒരു സെയിം അല്ലെങ്കിൽ സെയിം പോസ്റ്റോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പോസ്റ്റോട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ പക്ഷം അത് റിട്ടേൺ ചെയ്യുന്നു ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് പ്രോപ്പറായിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാം. അസിസ്റ്റന്റ് ലോ മാനേജറിലേക്ക് വന്ന് വേക്കൻസി നോക്കാം. SC-ക്ക് 3 വേക്കൻസി, ST-ക്ക് 1 വേക്കൻസി, OBC-ക്ക് 5 വേക്കൻസി, EWF-ന് 2 വേക്കൻസി, ജനറൽ 9 വേക്കൻസി, ടോട്ടൽ 20 വേക്കൻസി. സോ ഡെപ്യൂട്ടി മാനേജർ ലോയിലേക്കാണെങ്കിൽ SC-ക്ക് 4 വേക്കൻസി, ST-ക്ക് 2 വേക്കൻസി, OBC-ക്ക് 7 വേക്കൻസി, EWF-ന് 2 വേക്കൻസി, ജനറൽ 12 വേക്കൻസി, അങ്ങനെ ടോട്ടൽ 27 വേക്കൻസി. ബാക്കപ്പായിട്ട് 2 വേക്കൻസി വെച്ചിട്ടുണ്ട്. സോ അസിസ്റ്റന്റ് മാനേജർ ആണെങ്കിൽ 25 വയസ്സ് മുതൽ 32 വയസ്സ് വരെ, ഡെപ്യൂട്ടി മാനേജർ ആണെങ്കിൽ 25 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC/ST കാൻഡിഡേറ്റിന് ഏജ് റിലാക്സേഷൻ ഉണ്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നോക്കാം സാലറി അസിസ്റ്റന്റ് മാനേജറിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 48,000 മുതൽ 85,000 വരെയാണ് കിട്ടുന്നത്. ഡെപ്യൂട്ടി മാനേജറിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 64,000 മുതൽ 93,000 വരെയായിരിക്കും കിട്ടുന്നത് ഓൾ ഓവർ ഇന്ത്യയിൽ. സെലക്ഷൻ പ്രോസസ്സ് നോക്കാം, ഓൺലൈൻ റിട്ടേൺ ടെസ്റ്റും അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. ഓൺലൈൻ റിട്ടേൺ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 2026 ഇവിടെ മെയിൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എറണാകുളവും തിരുവനന്തപുരമാണ് നമ്മുടെ കേരളത്തിൽ സെൻറ്റർ വരുന്നത്. ഓൺലൈൻ റിട്ടേൺ ടെസ്റ്റും കൺസിസ്റ്റ് ഓഫ് ഒബ്ജക്റ്റീവ് ടൈപ്പും ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാക്സിമം 80 മാർക്ക്. സോ ഡീറ്റെയിൽ പാറ്റേണിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കുക. സിനിമകൾ ആപ്ലിക്കേഷൻ ഫീസാണ്. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 750 രൂപയാണ്. നോൺ റീഫണ്ടബിൾ ആണ്. അതുപോലെ SC/ST PWD കാൻഡിഡേറ്റിന് ആപ്ലിക്കേഷൻ ഫീസില്ല. ബാക്കി വരുന്ന കാൻഡിഡേറ്റ് 750 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. സോ എങ്ങനെ അപ്ലൈ ചെയ്യണം, അതുപോലെ തന്നെ എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ PDF നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ലിങ്ക് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പോയി PDF ഡൗൺലോഡ് ചെയ്യാനാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിൽ അപ്ലൈ ചെയ്യാൻ നല്ലൊരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്ലൈ പറ്റുന്നതിൽ